അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെതിരിലും അതിൻ്റെ വന്ധ്യസ്ഥാപകർക്കെതിരിലും ഉന്നയിക്കപ്പെടുന്ന ഒരാക്ഷേപമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ബ്രിട്ടീഷ് സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഏജൻ്റാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെതിരിൽ അണിനിരന്നിട്ടുള്ള ഇതര മുസ്ലിം സംഘടനകളും അവരുടെ നേതാക്കളും പ്രമാണപരമായും ബുദ്ധിപരമായും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങളെ നേരിടുവാൻ കെൽപ്പില്ലാത്തതിൻ്റെ പേരിലാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു വ്യാജ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ആരോപണവുമല്ല. വിശുദ്ധ ഖുർആനിൽ സൂറ ഫുർഖാനിൽ 5-ാമത്തെ വചനത്തിൽ ഇസ്ലാമിൻ്റെ സ്ഥാപകൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ച് അന്നത്തെ എതിരാളികൾ ഉന്നയിച്ചിരുന്ന ആക്ഷേപത്തെ ഇപ്രകാരം വിശദീകരിച്ചിട്ടുണ്ട്. വഖാലല്ലദീന കഫറു ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ ഇഫ്തറാഹു വആനഹു അലൈഹി ഖൗമുൻ ആഖറൂൻ ഫഖദ് ജാഉ ളുൽമൻ വസൂറ. അതായത് അവൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കള്ളം മാത്രമാണിത്, അതിന് മറ്റൊരു കൂട്ടർ അവനെ സഹായിച്ചിട്ടുമുണ്ട് എന്ന് അവിശ്വാസികൾ പറയുന്നു. അങ്ങനെ അവർ ഒരു വലിയ ദ്രോഹം ചെയ്യുകയും ഒരു വലിയ കള്ളം പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ ഇതിന് പിന്നിൽ മറ്റൊരു കൂട്ടർ പ്രവാചകനെ സഹായിക്കുന്നുണ്ട് എന്ന് ആ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ എതിരാളികൾ ആക്ഷേപമുന്നയിക്കുകയുണ്ടായി. ഇതുപോലെ തന്നെ ഇന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെതിരിൽ അതിൻ്റെ വന്ധ്യസ്ഥാപകർക്കെതിരിൽ ഉന്നയിക്കപ്പെടുന്നൊരാക്ഷേപമാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനം ബ്രിട്ടീഷുകാരാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ബ്രിട്ടീഷുകാരാണ് മിർസ ഗുലാം മുഹമ്മദുൽ ഖാദിയാനിയെ രംഗപ്രവേശം നടത്തിയിട്ടുള്ളത്, രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ്. എന്നാൽ ഈ ഒരു കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്ന് ഈ ആക്ഷേപം ഉന്നയിക്കുന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ എതിരാളികൾ അവരുടെ പൂർവികന്മാരുടെ നിലപാട് എന്തായിരുന്നു? ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ആരും തന്നെ ഒരു പ്രസ്ഥാന സ്ഥാപകർ, ഒരു പ്രസ്ഥാനവും ഒരു പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതനും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെതിരിലോ അതിൻ്റെ വന്ധ്യസ്ഥാപകർക്കെതിരിലോ ഇത്തരത്തിലുള്ളൊരു ആക്ഷേപം ഉന്നയിച്ചതായി കാണുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരെ മറിച്ച് ഇന്നത്തെ ഈ ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയി അവരുടെ കോടതികളിൽ പോയിക്കൊണ്ട് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകർക്കെതിരിൽ പല രീതിയിലുള്ള കള്ളക്കേസുകളും നടത്തുകയും കൊടുക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉദാഹരണത്തിന് അഹ്ലെ ഹദീസിൻ്റെ അനിഷേധ്യ നേതാവും പണ്ഡിതനുമായിരുന്ന മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി, അദ്ദേഹം അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് ഹസ്രത്ത് അഹ്മദുൽ ഖാദിയാനി അലൈഹി ഇസ്ലാമിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇദ്ദേഹം സുഡാനി മഹദിയേക്കാൾ അപകടകാരിയാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിനെതിരിൽ കള്ള പ്രചരണങ്ങളും വഞ്ചനകളും നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളായിരുന്നു. അതുപോലെ തന്നെ കറം ദീൻ ജഹലിമിയെ പോലുള്ള ആളുകളും ഈ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ആ കാലഘട്ടത്തിൽ ഉന്നയിച്ച ആളുകളിൽപ്പെട്ട ഒരാളാണ്. എന്ന് മാത്രമല്ല, അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സിവിൽ ആൻഡ് മിലിറ്ററി ഗസറ്റ് എന്ന് പറയുന്ന ആ ഒരു പത്രത്തിൽ ഹസ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് അലൈഹി ഇസ്ലാമിനെ എതിരിൽ പല രീതിയിലുള്ള കാര്യങ്ങളും അന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാൽ അവരുടെ ഏജൻ്റായിക്കൊണ്ട് അവരാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എങ്കിൽ അവരെന്തിന് അദ്ദേഹത്തിനെതിരിൽ എഴുതണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
എന്നാൽ മറുഭാഗത്ത് ഈ കാര്യങ്ങൾ പറയുമ്പോൾ മറുഭാഗത്തുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഉദാഹരണത്തിന് ദേവബന്ദ് ദാറുൽ ഉലൂം മദ്രസ, അതിൻ്റെ തറക്കല്ലിട്ടത് ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നദ്വത്തുൽ ഉലമയുടെ ഒരു മാഗസിൻ അൻ നദ്വ, അതിൽ വളരെ വിശദമായി കൊണ്ട് തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. അതായത് അഹ്ലെ ഹദീസുകാരുടെ ദാറുൽ ഉലൂം നദ്വത്തുൽ ഉലൂം സ്ഥാപിച്ചത് ഒരു ബ്രിട്ടീഷുകാരനാണ് എന്ന് അവർ തന്നെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അൻ നദ്വ 1908 ജൂലൈയിൽ വന്നിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അതിൽ പറയുന്നത്, അൻ നദ്വ മാസികയിൽ പറയുന്നത് 1908 നവംബർ 28 ദാറുൽ ഉലൂം നദ്വത്തുൽ ഉലമയുടെ അസ്ഥിവാരമിട്ടത് ലൈഫ് ഗവർണർ സർ ജോൺ സ്റ്റാറ്റ് ക്യൂബ് KCS IE ആയിരുന്നു. ഈ സുപ്രസിദ്ധ മതപഠന കേന്ദ്രം ഒരു ഇംഗ്ലീഷുകാരൻ്റെ ഔദാര്യത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്. അൻ നദ്വ ഡിസംബർ 1908. മാത്രമല്ല, ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഉലമാക്കളുടെ പ്രഥമ കർത്തവ്യം ബ്രിട്ടീഷുകാരെ സ്തുതിക്കലാണെന്ന കാര്യം കൂടി പ്രസ്തുത പത്രം തന്നെ എഴുതുന്നു. നദ്വത്തിന് രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ലെങ്കിലും ഉൽപ്പതിഷ്ണുക്കളായ ഉലമാക്കളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ സ്ഥാപന ഉദ്ദേശ്യം. ഇത്തരം ഉലമാക്കളുടെ പ്രധാന കർത്തവ്യം ഗവൺമെൻറ്റിൻ്റെ അനുഗ്രഹാശിസ്സുകളെക്കുറിച്ച് പഠിക്കുകയും ഈ ഗവൺമെൻറ്റിനോട് വിശ്വാസം വെച്ച് പുലർത്തേണ്ടതിൻ്റെ ആവശ്യകതയെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അൻ നദ്വ 1908 ജൂലൈ മാസം. അപ്പോൾ നോക്കുക, ഈ രീതിയിലായിരുന്നു മറുഭാഗത്ത് ഉള്ളവരുടെ നിലപാട്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകർ മൗലാന മൗദൂദി സാഹിബ്, അദ്ദേഹത്തിൻ്റെ ജന്മഗേഹം മഹാരാഷ്ട്രയിലാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രബോധന കേന്ദ്രമായിക്കൊണ്ട് തിരഞ്ഞെടുത്തത് പഞ്ചാബിലായിരുന്നു. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ അബുലാല മൗദൂദി ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ പഞ്ചാബിലെ പഠാൻകോട്ടിലായിരുന്നു ദാറുൽ ഇസ്ലാം എന്ന പേരിൽ തൻ്റെ കേന്ദ്രം സ്ഥാപിച്ചിരുന്നത്. അപ്പോൾ മുസ്ലിമും ഇന്ത്യക്കാരനുമായിരുന്ന ഹൈദരാബാദ് നൈസാമിൻ്റെ ഭരണത്തിന് കീഴിലുള്ള ഔറംഗാബാദ് എന്ന ഇന്നത്തെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ഒരു പ്രദേശം. അപ്പോൾ ആ സ്വന്തം ജന്മദേശം വിട്ട് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് ബ്രിട്ടീഷ് ഭരണത്തിൽ അഭയം തേടി അവിടം തൻ്റെ പ്രവർത്തന കേന്ദ്രമാക്കി തിരഞ്ഞെടുക്കുവാൻ മൗദൂദി സാഹിബിനെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു എന്നുള്ളതാണ്. ഹസ്രത്ത് അഹ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിൽ തൻ്റെ ജന്മദേശം ആയിട്ടുള്ള അതേ ഖാദിയാനിൽ തന്നെ തൻ്റെ പ്രവർത്തന കേന്ദ്രമാക്കിക്കൊണ്ട് അദ്ദേഹം ഇസ്ലാമിൻ്റെ സേവനം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൗദൂദി സാഹിബ് സ്വന്തം ജന്മഗേഹം വിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ തൻ്റെ പ്രവർത്തന കേന്ദ്രം തിരഞ്ഞെടുത്തതിൻ്റെ പൊരുൾ എന്തായിരുന്നു എന്ന് IPH പ്രസിദ്ധീകരിച്ച T മുഹമ്മദിൻ്റെ അബുൽ ആല എന്ന ജീവചരിത്രത്തിൽ പറയുന്നത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് താങ്കൾ അടിമത്ത ചുറ്റുപാടിൽ നിന്ന്, അതായത് നൈസാമിൻ്റെ ആ നാട്ടിൽ നിന്ന് പുറത്തു കടന്ന് സ്വാതന്ത്ര്യമായ ചുറ്റുപാടിലേക്ക്, അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന ആ പഞ്ചാബിലേക്ക് താങ്കളുടെ പ്രവർത്തന കേന്ദ്രം മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാമ ഇക്ബാൽ ക്ഷണിച്ചതുകൊണ്ടാണ് മൗദൂദി തൻ്റെ കേന്ദ്രം പഞ്ചാബിലേക്ക് മാറ്റിയതെന്നാണ് ഇങ്ങനെയുള്ള മൗദൂദിയുടെ അനുയായികളോട് മഹദി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബ്രിട്ടീഷ് ബാന്ധവം ആരോപിച്ച് അധിക്ഷേപിക്കുന്നത് എന്ന് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിരോധാഭാസമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നോക്കുക, ഈ രീതിയിൽ എല്ലാ പ്രസ്ഥാനത്തിൻ്റെയും മറുഭാഗത്ത് നിൽക്കുന്ന മുസ്ലിം പ്രസ്ഥാനത്തിൻ്റെ ഏറെക്കുറെ പണ്ഡിതന്മാരെല്ലാം തന്നെ ഈ രീതിയിലായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അവരുടെ തണലിൽ അവരുടെ സമാധാനപരമായിട്ടുള്ള ഭരണത്തിന് കീഴിൽ തങ്ങളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അപ്പോൾ ഹസ്രത്ത് അഹ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ വസ്തുത പറയുമ്പോൾ, അതായത് ബ്രിട്ടീഷുകാരെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അതല്ലെങ്കിൽ ജിഹാദിനെതിരിൽ അദ്ദേഹം ഫത്വ പുറപ്പെടുവിച്ചു,
അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അദ്ദേഹം പ്രശംസിച്ചും പുകഴ്ത്തിയും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ഇന്ന് അഹമ്മദിയ ജമാഅത്തിനെതിരെയുള്ള ആളുകൾ ഉന്നയിക്കുന്നതായിട്ടുള്ള ആക്ഷേപം. ഹദ്റത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ സ്തുതിക്കുകയുണ്ടായത് എന്തുകൊണ്ടാണ്? അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് തികച്ചും ഇസ്ലാമികമായിട്ടുള്ള ഒരു മര്യാദയാണ് ഈ കാര്യം. അതായത് വിശ്വാസ പ്രവർത്തന പ്രചരണ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു ഭരണകൂടത്തെ അനുസരിക്കലും അതോടൊപ്പം തന്നെ അവർക്കെതിരിൽ കലാപം നടത്താതിരിക്കുകയും ഇസ്ലാമിൻ്റെ വ്യക്തമായിട്ടുള്ള പാഠമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠമാണ്. അപ്പോൾ ഭൂമുഖത്ത് വന്ന ഏതെങ്കിലും ഒരു പ്രവാചകൻ അല്ലെങ്കിൽ പ്രവാചകൻ്റെ അനുയായികൾ ഇത്തരത്തിലുള്ള ഭരണകൂടത്തിനെതിരിൽ സമരം നയിച്ചതായി തെളിയിക്കാൻ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന ആരാലും സാധ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ സമാധാനപരമായി തങ്ങളുടെ ആശയ ആദർശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് പ്രബോധനം നടത്തുവാനുമുള്ള സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നന്ദി സൂചകമായി വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഹൽ ജസാ ഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മയ്ക്ക് നമുക്ക് അതിനുള്ള പ്രത്യുപകാരം എന്ന രീതിയിൽ തതുല്യമായിട്ടുള്ള നന്മ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ അഹമ്മദിയ ജമാഅത്തിൻ്റെ സ്ഥാപകർ ഇവിടെ ചെയ്യുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് പ്രത്യേകിച്ച് വിശിഷ്യ പഞ്ചാബിൽ സിഖുകാരുടെ ഭരണമായിരുന്നു. അന്ന് മുസ്ലിങ്ങൾക്ക് അവരുടെ ആശയ ആദർശങ്ങളനുസരിച്ച് ജീവിക്കുവാനോ ബാങ്ക് കൊടുക്കുവാനോ ആരാധനകൾ നടത്തുവാനോ ഒന്നും തന്നെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. എത്രത്തോളം എന്നാൽ ബാങ്ക് കൊടുത്തതിൻ്റെ പേരിൽ ഒരു മുഅസ്സിനെ പിടിച്ചുകൊണ്ട് അവൻ്റെ വായിൽ അവൻ്റെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിച്ച് അയാളെ കൊലപ്പെടുത്തിയ ചരിത്രം പോലും അന്ന് ആ സിഖ് ഭരണകാലത്ത് ഉണ്ടായതായി നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നു. അപ്പോൾ ഇത്രയും മൃഗീയമായിട്ടുള്ള ഇത്രയും രൂക്ഷമായി നിഷ്ഠൂരം പ്രയാസങ്ങളും അക്രമങ്ങളും അഴിച്ചുവിട്ട ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെതിരിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് വരികയും അവർ ഭരണം നടത്തുകയും അവർ എല്ലാ മതസ്ഥർക്കും അവരുടെ ആശയ ആദർശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും പ്രബോധനവും പ്രചരണങ്ങളും നടത്തുവാനുമുള്ളൊരു സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുമ്പോൾ അവർക്ക് നന്ദി സൂചകമായി അവരെ പ്രശംസിച്ചും അവരെ പുകഴ്ത്തിയും പുസ്തകങ്ങളിൽ പരാമർശിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം അത് ചെയ്തു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ 2-3 കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിനെതിരിൽ ഇത്തരത്തിലുള്ള ഒരു ബ്രിട്ടീഷ് ബാന്ധവം ആരോപിച്ചുകൊണ്ട് ഇത് ബ്രിട്ടീഷ് ഏജൻ്റാണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ആക്ഷേപം ഉന്നയിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം, ഈ ഒരു ആക്ഷേപം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെതിരിൽ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും രസകരമായിട്ടുള്ള ഈ ഒരു വസ്തുത, ഈ സംഘടന പരസ്പരം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന ആക്ഷേപം, അതായത് ഇതര മുസ്ലിങ്ങൾ അവർ പരസ്പരം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങളിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് പ്രതിയോഗികൾ ബ്രിട്ടീഷ് സൃഷ്ടിയും സേവകരുമാണെന്നതാണ്. മുജാഹിദ് പ്രസ്ഥാനം ബ്രിട്ടീഷ് സൃഷ്ടിയാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് സുന്നികൾ പ്രശസ്ത ബ്രിട്ടീഷ് ചാരൻ മുസ്ലിം രാഷ്ട്രങ്ങളിൽ എന്ന പേരിൽ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഉസ്മാൻ നിസാമി കക്കാട് എന്ന് പറയുന്ന ആൾ, അത് ഐഡിയൽ ബുക്സാണ്, കോഴിക്കോട് ഐഡിയൽ ബുക്സാണ് അത് പുറത്ത് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഗ്രന്ഥത്തിൽ ഇവരെക്കുറിച്ച് പറയുന്നതും ബ്രിട്ടീഷ് ചാരൻ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ പ്രസ്തുത ഗ്രന്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ താൽപ്പര്യപ്രകാരം വഹാബികൾ ഇസ്ലാമിക ലോകത്ത് വരുത്തിയ കെടുതികൾ വിവരിക്കുന്നുണ്ട്. മുജാഹിദുകൾ കേരളത്തിലെ സമസ്തക്കാരെ സംബന്ധിച്ച് പറയുന്നതും ബ്രിട്ടീഷ് പാദസേവയുടെ ചരിത്രങ്ങൾ തന്നെയാണ്. മടവൂർ മുജാഹിദുകളുടെ ഷബാബ് പറയുന്നത് കാണുക. ഷബാബ് മാസിക, അത് 2010 ജനുവരി 15 ഇറങ്ങിയിട്ടുള്ള ഷബാബിൽ അവർ പറയുന്നത്, മക്തി തങ്ങളെ ബ്രിട്ടീഷ് അനുകൂലിയെന്ന് പരിഹസിച്ചവരുടെ മാതൃസംഘടന ഔദ്യോഗികമായി തന്നെ ഖിലാഫത്ത് വിരുദ്ധരും ബ്രിട്ടീഷ് അനുകൂലികളും
ആരാധകരുമായിരുന്നു എന്ന് അവരുടെ സമ്മേളന പ്രമേയങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ചരിത്രകാരൻ കെ മുഹമ്മദ് അബ്ദുൽ കരീം അവ ക്രോഡീകരിച്ചിട്ടുണ്ട്. സമസ്തയുടെ 6ാം വാർഷിക സമ്മേളനത്തിലെ 12ാം പ്രമേയം ഇതിന് തെളിവാണ്. അതിൻ്റെ മുഖ്യ ആശയം സാധുക്കളും നിരപരാധികളുമായ മുസ്ലിങ്ങളെ കോൺഗ്രസ്സുകാർ ഖിലാഫത്ത് എന്ന പേരിൽ കക്ഷി വഴക്കുകളിൽ ഉൾപ്പെടുത്തുന്നു. ഭരണകർത്താക്കളെ എതിർക്കലും അനാദരവ് ചെയ്യലും അനുവദനീയമല്ല എന്നാണ്. അപ്പോൾ ഇത് ഷബാബ് 2010 ജനുവരി 15 പുറത്തിറക്കിയിട്ടുള്ള മാസികയിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. തുടർന്ന് സമസ്തക്കാർ കോൺഗ്രസിനും ഖിലാഫത്ത് പ്രക്ഷോഭത്തിനും എതിരിൽ ഇറങ്ങിയിട്ടുള്ള ഫത്വകളും സ്വതന്ത്ര സമര സേനാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെതിരിൽ കുഫ്ർ ഫത്വ നൽകിയ കാര്യവും വിവരിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും അബുലാല മൗദൂദിയും മിർസ ഗുലാം അഹമ്മദിനേക്കാൾ കടുത്ത ബ്രിട്ടീഷ് സഹായികളാണ് എന്നാണ് സുഹൈർ ചുങ്കത്തറയെ പോലെയുള്ള മുജാഹിദ് നേതാക്കൾ തെളിവുകൾ നിരത്തിക്കൊണ്ട് സമർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. മതരാഷ്ട്രവാദം വിമർശിക്കപ്പെടുന്നു എന്ന പേരിൽ മുജാഹിദുകൾ ഈ അടുത്ത കാലത്ത് നടത്തിയ സംവാദങ്ങളിലെ മുഖ്യ വിഷയം മൗദൂദിയുടെ ബ്രിട്ടീഷ് ബാന്ധവമായിരുന്നു. ഇതിൻ്റെ CD-കൾ നമുക്ക് കേരളത്തിൽ ലഭ്യമാണ്. അപ്പോൾ ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് എതിരിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകൾ പരസ്പരം ഈ ബ്രിട്ടീഷ് ബാന്ധവം അവർ പരസ്പരം തന്നെ വിമർശിക്കുകയും അവർ പരസ്പരം ഒരാൾ മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ അവസ്ഥയിൽ ഹസ്രത്ത് അഹമ്മദുൽ ഖാദിയാനി അലൈഹി ഇസ്ലാം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകർ, അദ്ദേഹം യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്ത് നടത്തിയതായിട്ടുള്ള വിപ്ലവം നമുക്കറിയാം. കുരിശിൻ്റെ സംരക്ഷകർ എന്ന് വിശേഷിക്കപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ത്രിയേകത്വ വിശ്വാസത്തിനും യേശുവിൻ്റെ കുരിശുമരണ വിശ്വാസത്തിനും എതിരായ പോരാട്ടമായിരുന്നു യഥാർത്ഥത്തിൽ ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ 30 വർഷക്കാലത്തെ ഐതിഹാസികമായിട്ടുള്ള പ്രവർത്തന കാലഘട്ടത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ക്രിസ്തുവിൻ്റെ ത്രിയേകത്വത്തിന് എതിരായിക്കൊണ്ട്, അതായത് അവരുടെ വിശ്വാസ ആദർശങ്ങളിൽ ദൈവം 3 എന്ന്, അതുപോലെ തന്നെ യേശുവിൻ്റെ പാപപരിഹാര സിദ്ധാന്തത്തെക്കുറിച്ച്, ഇതിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാനരഹിതമായിട്ടുള്ള അവരുടെ ഈ വിശ്വാസങ്ങളെല്ലാം ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഖണ്ഡിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരുടെ പാതിരിമാരെ, അവരുടെ പണ്ഡിതന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശുദ്ധ ഖുർആൻ്റെയും ആ മഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി, അത് വിവരിക്കുന്നതിന് വേണ്ടി അവരെ നിരന്തരം വെല്ലുവിളിച്ചു കൊണ്ടിരുന്നു. പല സംവാദങ്ങളും നടത്തുകയുണ്ടായി. അബ്ദുള്ള ആത്തമിനെ പോലെയുള്ള, അതുപോലെ തന്നെ ഡോക്ടർ അലക്സാണ്ടർ ഡൂയിയെ പോലെയുള്ള ആളുകളോട് അദ്ദേഹം നടത്തിയിട്ടുള്ളതായിട്ടുള്ള സംവാദനങ്ങൾ. അപ്പോൾ ബ്രിട്ടീഷ് സിംഹാസനത്തിൻ്റെ അധിപയായിരുന്ന വിക്ടോറിയ മഹാറാണിയെ പോലെയുള്ള ആളുകളെ സംബോധന ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദൈവമിതാ മരിച്ച് മണ്ണടിഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഖബറിത ഇവിടെ കശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് അദ്ദേഹം ഉച്ചൈസ്തരം ഘോഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ബ്രിട്ടീഷ് ഏജൻ്റ് ആവുക? അദ്ദേഹം എങ്ങനെയാണ് ബ്രിട്ടീഷ് സൃഷ്ടിയാവുക? അല്ലെങ്കിൽ ഈ ജമാഅത്ത് എങ്ങനെയാണ് ബ്രിട്ടീഷ് സൃഷ്ടിയാവുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി, വിക്ടോറിയ രാജ്ഞിയെ ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. എന്നാൽ ആ കാലഘട്ടത്തിൽ ഇതര മുസ്ലിം പണ്ഡിതന്മാരിൽ ആരും തന്നെ അതിനുള്ള ആർജവം കാണിച്ചില്ല. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയോ ഇസ്ലാമിൻ്റെ സന്ദേശം അവരിലേക്ക് എത്തിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം തുഹഫ കേസരിയ അതുപോലെ തന്നെ ഉള്ള മറ്റു ഗ്രന്ഥങ്ങളിലൂടെ ഈ വിക്ടോറിയ രാജ്ഞിക്ക് സിതാര കൈസരിയ എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലൂടെയുമൊക്കെ തന്നെ അദ്ദേഹം വിക്ടോറിയ രാജ്ഞി ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. അത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിക്ടോറിയ രാജ്ഞിയുടെ 60ാം പിറന്നാളിൽ അവരുടെ രാജ്യ സേവനങ്ങളെ നല്ല വാക്കുകളിൽ അനുസ്മരിച്ചതിന് ശേഷം ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ശാശ്വതമായ മോക്ഷം ഇസ്ലാമിലാണെന്നും നിങ്ങളുടെ പ്രചാരണങ്ങൾ തെറ്റാണെന്നും പ്രവാചകനായ യേശു കുരിശിൽ നിന്ന് ഇറക്കപ്പെട്ട ശേഷം കശ്മീരിലെത്തുകയും 120-ാം വയസ്സിൽ മരണപ്പെടുകയും ചെയ്തെന്നും യേശുവിൻ്റെ 2ാം വരവ് തന്നിലൂടെ പൂർത്തിയായിരിക്കുന്നുവെന്നും ശാശ്വതമായ മോക്ഷം കരഗതമാകാൻ ഇസ്ലാം സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി.
അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ തോഫ കേസരിയ, അതുപോലെ തന്നെ സിതാര കൈസരിയ എന്നീ അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മറുഭാഗത്ത് വിക്ടോറിയ രാജ്ഞി മരിച്ച സമയത്ത് അല്ലാമ ഇക്ബാൽ, ഡോക്ടർ അല്ലാമ ഇക്ബാൽ, അദ്ദേഹം വിക്ടോറിയ രാജ്ഞിയുടെ മരണത്തിൽ എഴുതിയിട്ടുള്ള വിലാപ കാവ്യത്തിൽ അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നു, രാജ്ഞിയുടെ മയ്യത്ത് എടുക്കപ്പെട്ടിരിക്കുന്നു ഇക്ബാൽ, നീ അതിനെ ആദരിക്കാൻ അത് പോകുന്ന വഴിയിലെ പൊടിമണ്ണാവുക. പേരിൽ എന്തിരിക്കുന്നു? യഥാർത്ഥത്തിൽ നിനക്ക് മുഹറം മാസത്തിൻ്റെ പേര് നാം നൽകുന്നു. ഇന്ന് ഈദാണെന്ന് പറയുന്നു. ആയിക്കോട്ടെ, ഈ ഈദിനേക്കാളും ദൈവമേ മരണം വന്നെങ്കിൽ എന്നാശിച്ചു പോകുന്നു. അല്ലയോ ഇന്ത്യ, നിൻ്റെ ശിരസിൽ നിന്ന് ദൈവീക തണൽ ഉയർന്നിരിക്കുന്നു. നിൻ്റെ ജനങ്ങളോട് സഹാനുഭൂതിയുള്ള ആൾ പോയിരിക്കുന്നു. അർശ് പ്രകമ്പനം കൊള്ളുന്ന ഈ കരച്ചിൽ അതാണ്. നിനക്ക് ഭംഗി നൽകിയിരുന്നവരുടെ ജനാസയാണിത്. ഇത് ബാക്കിയാത്തെ ഇക്ബാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിലാണ് ഈ വിലാപഗാനം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നോക്കുക, മറുഭാഗത്ത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് എതിരിലുള്ള ആളുകളുടെ നിലപാട് എന്തായിരുന്നു? അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകർ ആ ബ്രിട്ടീഷ് സമുദായത്തിൻ്റെ, ബ്രിട്ടീഷ് സമൂഹത്തിൻ്റെ അവരുടെ ആശയ ആദർശങ്ങളെ തികച്ചും അത് അടിസ്ഥാനരഹിതവും നിങ്ങളുടെ വേദഗ്രന്ഥത്തിനെതിരാണെന്നും അദ്ദേഹം സ്ഥാപിക്കുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ അബദ്ധജടിലമായിട്ടുള്ള വിശ്വാസങ്ങളെ, ത്രിയേകത്വ വിശ്വാസത്തെ, ഏകദൈവത്തിനെതിരിലുള്ള അവരുടെ വിശ്വാസത്തെ എല്ലാം തന്നെ അദ്ദേഹം എതിർത്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്കെതിരിൽ അദ്ദേഹം ഗ്രന്ഥങ്ങളും നിരവധി സംവാദങ്ങളും പ്രഭാഷണങ്ങളും നടത്തുമ്പോൾ, മറുഭാഗത്ത് ഈ ഇതര മുസ്ലിം സംഘടനകളുടെ, അവരുടെ പണ്ഡിതന്മാരുടെ നിലപാടായിരുന്നു ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സേവയിൽ സമസ്തയും പിന്നിലായിരുന്നില്ല. മുസ്ലിം ലോകം 1420 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ വരക്കൽ മുല്ലക്കോയ തങ്ങളെ സംബന്ധിച്ച് പറയപ്പെടുന്നത്, വിഖ്യാതനായ മതപണ്ഡിതനും സൂഫി വര്യനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക പ്രസിഡൻറ്റുമായ തങ്ങൾ സാമൂഹ്യ രംഗത്തും മുൻപന്തിയിലായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് മുസ്ലിം പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും സർക്കാരിൻ്റെ പ്രത്യേക ബഹുമതികൾ ലഭിക്കുകയും ചെയ്തിരുന്നു. ഇത് മുസ്ലിം ലോകം 1423 ഭാഗം 2 459 പേജിലാണ് ഇക്കാര്യം പറയുന്നത്. ബാഫക്കി തങ്ങൾ കേരളത്തിലെ വളരെ പ്രശസ്തനും വളരെ പ്രതിഭാശാലിയും പ്രഗത്ഭനുമായിട്ടുള്ള പണ്ഡിതന്മാരിൽ ഉൾപ്പെടുന്ന, അംഗീകരിക്കുന്ന ഒരു മഹാത്മാവാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചേരുവകൾ നിലക്കുമ്പോൾ അന്ന് അതിശക്തമായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന സർവേന്ത്യ മുസ്ലിം ലീഗ് വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന അവസ്ഥ സംജാതമായി. അതിൻ്റെ ഉദാഹരണങ്ങൾ വിശദീകരിക്കുന്നില്ല. പക്ഷേ അത്തരമൊരു നിലപാട് നിലവിലുണ്ടായിരുന്ന കാലത്ത് KM സീതി സാഹിബിനെ പോലെ പ്രമുഖരായ ഒരുപാട് നേതാക്കൾ രംഗത്തുണ്ടായിരുന്നു. ആ നേതാക്കൾക്ക് മുമ്പിലാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ തൻ്റെ അളിയൻ കൂടിയായ ആറ്റക്കോയ തങ്ങളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. സംഗതി ഇങ്ങനെയാണ് മാറിയത്. ഖാൻ ബഹദൂർ എന്ന പേര് പോലും ലഭ്യമാകുന്നത് ബ്രിട്ടീഷുകാരുമായുള്ള അടുപ്പത്തിൻ്റെ പേരിലാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സുവർണ ജൂബിലി സമ്മേളന റിവ്യൂ 2000 ഇറക്കിയതാണ്. അതിലെ 94 പേജിലാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ, ഈ തെളിവുകൾ നമ്മോട് പറയുന്നത്, ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അന്ന് ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കെന്നല്ല, അവരുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എല്ലാ മതസ്ഥർക്കും അവർക്ക് അവരുടെ ആശയവും അവരുടെ ആദർശവും അത് പ്രചരിപ്പിക്കുവാനും പ്രബോധിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അന്ന് ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വാനോളം ബ്രിട്ടീഷുകാരെ പുകഴ്ത്തി പറയുകയും അവർക്ക് നന്ദിയുള്ളവരായി തീരുകയും ചെയ്തു എന്നുള്ളതാണ്.
എന്നാൽ ഹസരത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ മാത്രം ഈ രീതിയിൽ ഇത് ബ്രിട്ടീഷ് സൃഷ്ടിയാണ് എന്നോ അല്ലെങ്കിൽ ബ്രിട്ടീഷിൻ്റെ ഏജൻ്റാണ് എന്നൊക്കെയുള്ള ഈ വ്യാജ ആരോപണം അത് തികച്ചും അടിസ്ഥാനരഹിതവും അതല്ലെങ്കിൽ അങ്ങേയറ്റത്തെ വളരെയധികം അപലപനീയമായിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് എന്ന് നമ്മൾ ഇത്തരണത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹദറത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകർ പറയുന്നു, നിങ്ങൾ ദൃഢമായും അറിഞ്ഞുകൊള്ളുവിൻ, ഇത് ദൈവത്തിൻ്റെ കയ്യാൽ നടപ്പെട്ട ചെടിയാകുന്നു. ദൈവം ഒരിക്കലും ഇതിനെ വ്യർത്ഥമാക്കി കളയുകയില്ല. അവൻ ഇതിന്മേൽ വെള്ളം ചൊരിയുകയും ഇതിനെ വളർത്തുകയും ഇതിൻ്റെ ചുറ്റും രക്ഷാവലി കെട്ടുകയും ചെയ്യും. അങ്ങനെ അവൻ എൻ്റെ അനുയായികളെ അത്ഭുതകരമായ പുരോഗതിയും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കും. എനിക്കെതിരിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? മനുഷ്യകൃതമാണെങ്കിൽ ഇത് എന്നേ മുറിച്ച് നീക്കപ്പെട്ടിരിക്കുമായിരുന്നു. അതിൻ്റെ അടയാളം പോലും അവശേഷിക്കാതാകുമാറ് അത് നശിച്ചൊടുങ്ങി കഴിഞ്ഞിരിക്കുമായിരുന്നു. റൂഹാനി ഖസാനിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ഉദ്ധരണിയാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നാം ഇതിൻ്റെ വസ്തുതയും ഇതിൻ്റെ യാഥാർത്ഥ്യവും മനസ്സിലാക്കുക. ഹസരത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം അഹമ്മദിയ ജമാഅത്തിൻ്റെ സ്ഥാപകരും അതിനുശേഷം ആ മഹാത്മാവിൻ്റെ ഖലീഫമാരും ഒക്കെ തന്നെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആ അധ്യാപനം ഇന്ന് ലോകത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ വ്യാപൃതരാണ്. അതിൽ ബ്രിട്ടീഷുകാരുടെ ഏജൻ്റാണ് എന്നോ ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹം ഒരുപാട് പ്രശംസകളും സ്തുതിഗീതങ്ങളും പാടിയെന്നോ ഒക്കെയുള്ള ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം അത് തികച്ചും തെറ്റാണ് എന്ന് ഞങ്ങൾ ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്ക് മുമ്പാകെ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് സത്യം എന്താണ് എന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു സന്ദർഭമാണ്.